കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ കല്ലറ തുറന്നപ്പോൾ കണ്ടത് പായയിൽ പൊതിഞ്ഞ വസ്തു. മൃതദേഹമാണ് എന്നതാണ് സംശയം. പ്രദേശവാസി ജിൽസ് ഉണ്ണിമാക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെ അടക്കം ചെയ്യില്ലെന്നും ദുരൂഹത തോന്നിയപ്പോൾ പോസ്റ്റ് ഇട്ടതാണെന്നും ജിൽസ് ഉണ്ണിമാക്കൽ പറഞ്ഞു. പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ ഇടവപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടായിരുന്നു. മരണപ്പെട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തിക്കുള്ള കല്ലറ അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സെമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ദുരൂഹത. അതങ്ങനെ അവിടെ വന്നു. അറിഞ്ഞവർ അത് ഒതുക്കി വെക്കുകയാണ് ചെയ്തത്. ആരും പുറത്ത് പറഞ്ഞില്ല. ഇതിനകത്ത് 2 ബോഡിയുടെ ലക്ഷണമാണ് കാണുന്നത്. അവിടെയാണ് ആകെ ഒരു ദുരൂഹത തോന്നുന്നത്. 2 ബോഡി, ഒന്ന് പായ്ക്കകത്ത് പൊതിഞ്ഞതും ഒന്നല്ലാത്തതും. പള്ളിയാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പറഞ്ഞു. 13-ാം തീയതി ഇവിടെ ഒരു അടക്ക് നടന്നു. അന്ന ദിവസം ഈ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി രാവിലെ കല്ലറ തുറന്നപ്പോൾ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ, അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെട്ടിയോട് കൂടെ ചേർന്ന് വേറെ ഒരു പെട്ടി കൂടി, ഒരു ബോഡി കൂടി കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഈ സമയത്ത് ഞാൻ പുറത്തായിരുന്നതിനാൽ ഞാൻ രൂപതയെ വിളിച്ചു. അത് രൂപത എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് വേറെ ആരും പറഞ്ഞോ, നാട്ടുകാർ പറഞ്ഞോ അല്ല അറിഞ്ഞത്. ഞങ്ങൾക്കാണ് ആദ്യം സംശയം തോന്നിയത്. ഞങ്ങളാണ് ആദ്യം പോലീസിനെ അറിയിച്ചത്. ഇത് പ്രകാരമാണ് മുന്നോട്ട് പോയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നു. ഇത്ര മാത്രമേ അറിയത്തുള്ളൂ. അജീഷ് ശ്രീകുമാർ വിവരങ്ങളുമായി. അജീഷ്, 2 മൃതദേഹം എന്നൊക്കെയുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുമോ? പായയിൽ പൊതിഞ്ഞ വസ്തു മൃതദേഹം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചോ? പോലീസിന്റെ തുടർ പരിശോധനകൾ എങ്ങനെയാണ്? അകപ്പാടെ ഒരു ദുരൂഹതയുണ്ടോ? അണിമുടി ദുരൂഹതയുണ്ട് അനുജ. കാരണം ഇതുവരെയ്ക്കും അത് ഈ പായിൽ പൊതിഞ്ഞത് മൃതദേഹമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കല്ലറയിൽ കണ്ടത് മൃതദേഹത്തിന് സമാനമായ ഒരു സാധനമാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ ജിൽസ് ഉണ്ണിമാക്കലടക്കമുള്ള ആളുകൾ വന്ന 13-ാം തീയതി മറ്റൊരു മൃതദേഹം സംസ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കല്ലറ തുറന്നത്. അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഈ പള്ളിയിൽ 70 കല്ലറകളാണ് ഉള്ളത്. 2003 ഈ പള്ളി പണിതത്. അതിനുശേഷം ഇതുവരെ 93 മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. അതിലെ 38-ാം നമ്പർ കല്ലറ അത് തുറന്നപ്പോഴാണ് അതിൽ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ രണ്ടാമതൊരു മൃതദേഹം എന്ന് തോന്നിക്കുന്ന ഒരു വസ്തു കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഈ പള്ളി അന്ന് തന്നെ പോലീസിന് പരാതി നൽകിയതായിട്ടാണ് ഇന്ന് വൈദികൻ പറഞ്ഞത്. അവിടുത്തെ ഇടവക വികാരി പറഞ്ഞത്. എന്തായാലും അവിടുത്തെ ഒരു നാട്ടുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത്. അത് അറിഞ്ഞാണ് നമ്മളും ആ സ്ഥലത്തേക്ക് പോയത്. എന്തായാലും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതുവരേക്കും ആ കല്ലറ തുറന്ന് അത് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല. ഇനി മരണ രജിസ്റ്ററുകൾ, ഈ പള്ളിയിലെ മുഴുവൻ മരണ രജിസ്റ്ററുകൾ പരിശോധിക്കണം. അതിൽ ആരുടെയെങ്കിലും അവരുടെ ബന്ധുക്കളുടെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച് എന്തെങ്കിലും നമ്പർ മാറിപ്പോയതാണോ എന്ന് പരിശോധിക്കാനാണ് പോലീസ് ആദ്യം നടപടി സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും ഈ കല്ലറ തുറന്ന് അത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. ആദ്യഘട്ടത്തിൽ അതിന്റെ ബന്ധുക്കൾ ഏതാണ്ട് 93 മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. എന്തായാലും വലിയ ദുരൂഹത തന്നെയുണ്ട്. കാരണം ക്രിസ്തീയ ആചാരപ്രകാരം ഇത്തരത്തിൽ പായിൽ ഒരു മൃതദേഹം സംസ്കരിക്കാറില്ല. അതിന് മറ്റു രീതികളുണ്ട്. അതാണ് ഈ സംശയത്തിന് ഇടയാക്കിയത്. അനുജ, അതാണ് കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ കല്ലറ തുറന്നപ്പോഴാണ് പായയിൽ പൊതിഞ്ഞ ഒരു വസ്തു അത് മൃതദേഹമാണ് എന്ന് സംശയമുണ്ട്. പക്ഷേ പോലീസ് പരിശോധനകളിലൂടെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പോലീസ് പരിശോധനകൾ നടത്തും, തുടരന്വേഷണം നടത്തും. ഇതെങ്ങനെയാണ് അവിടെ എത്തിയത് എന്നൊക്കെയുള്ളതിൽ അതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നതാണ് അജീഷ് ജയകുമാർ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.